കുട്ടിയെ കാണാൻ വന്നതാ. ഞാനല്ല, ഇതാണ് ആള്. പിന്നെ എന്തെങ്കിലും സംസാരിക്കും. കാരക്കൂട്ടിൽ ദാസൻ. ഞാൻ പെട്ടിക്കടയാണ്, പെട്ടിക്കട. ബീഡി, മുറുക്കാൻ, സിഗരറ്റ്, പഴം. പഴം തന്നെ പലവിധമുണ്ട്. പൂവമ്പഴം, ഏത്തപ്പഴം, മൈസൂർ പഴം, പിന്നെ തീപ്പെട്ടി, സർബത്ത്. നല്ല കച്ചവടമാണ്. എന്താ പേര്? അങ്ങനെട്ട് വീടില്ല. ഞാൻ വീഴ്ച എന്താണോ വല്ല പരാതിയും പറയാനുണ്ടോ? പരാതിയൊന്നുമില്ല. പിന്നെ കളി കാണാൻ വന്നതാ. പോലീസ് സ്റ്റേഷനിലാണോടാ കളി കാണുന്നത്? നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കളിക്കാമെങ്കിൽ എനിക്ക് കളി കണ്ടാലെന്താ? ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കളിക്കുക. എനിക്കും വേറെ പണിയൊന്നുമില്ല. ദേവരുന്നു വേറൊരു കുരിശ്. ഉറങ്ങുമ്പോൾ ശല്യപ്പെടുത്തന്നെ പറഞ്ഞിട്ടുണ്ടോ? പറ്റാൻ വരുന്നു സാർ. ആരെ? രമേശൻ നായർ. ഇങ്ങോട്ടോ? അതെ, ഇരുമ്പൻ ജോർജാണ്. അത് ഞാൻ ഏറ്റു. അവന്റെ മൂക്ക് ഇടിച്ച് പരത്തി ചതച്ച് മാവാക്കി ഞാൻ ദോശ ചൂടും. ഈ ഇരുമ്പനവന് ശരിക്കും അറിയില്ല. ഒറ്റയടിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഹൈദ്രോസിന് നിലംപരിശാക്കിയവനാ ഞാൻ. അതുകൊണ്ട് ആ ഡിവൈഎസ്പിയോട് പറഞ്ഞേക്ക് ഇരുമ്പനോട് കളിക്കണ്ടെന്ന്. അവനെ കാച്ച് കഷായം കുടിച്ചു കളയും ഞാൻ. കാരക്കുട്ടിൽ ദാസൻ എന്ന ചട്ടമ്പി ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ്. സാർ നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം, പക്ഷേ നടപടി എടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവ് മറ്റാണോ? താനാണോ ഈ രമേശൻ നായർ? അതെ, സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? നേരം കിട്ടിയില്ല. അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ, ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയാ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. അങ്ങനെ പറയരുത് സാർ. ഞാൻ അങ്ങനെയേ പറയൂ. എങ്കിൽ ഞാൻ ഇക്കാര്യം സർക്കിൾ ഇൻസ്പെക്ടറോടോ DSPയോടോ ചെന്ന് പറഞ്ഞോട്ടെ. താൻ ഈ ഇരുമ്പനെ ഭീഷണിപ്പെടുത്ത ഇത് അവന്മാരോട് പറഞ്ഞാൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. അതാ എനിക്കും വേണ്ടത്. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ സാർ. താൻ പൂവേ തൂങ്ങിച്ചാവേ എന്തെങ്കിലും ചെയ്തോ. ഒന്ന് വാദം കുറുന്തോട്ടിയം പിടികൂടി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്താ കഥ? ഞങ്ങൾ രാത്രി തന്നെ വീട്ടിലേക്ക് കുതിച്ചതാ. അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരക്കുട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. പ്രസിഡന്റ്, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ആള് കാലിയായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്കുവെടി, അതാ വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി നിലംപതി ചാക്കും. സദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം. വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അത് തന്നെ, ഞങ്ങളുടെ ചോര തിളക്കിയാണ്. അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. ഓടിക്കോ, ഓടിക്കോ. ദാസ, എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്. കുഴപ്പമില്ല, കുത്തുകയെ കൊല്ലുകയെ എന്ത് വേണം ചെയ്തോളൂ. പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല. ഞാൻ ആടല്ല ദാസ. ദാസ വേണ്ട, വേണ്ട ദാസ.
നിർത്ത് ഇറക്ക്. കാറ്റ് പോയാ ഒരു ജീപ്പ് വിളിക്കാതെ. കിഷൻകുട്ടി സബിയാത്തേക്ക് സന്തോഷായി മോനെ ഇജ്ജ് വന്നല്ല മോളെ. കിഷൻകുട്ടിക്ക് ചായയൊക്കെ കാച്ചി കൊടുത്ത കെട്ടിയോ വന്നിട്ട് എന്റെ മോത്തൊരു തെളിച്ചല്ലാത്ത എന്താ മോളെ? കിഷൻകുട്ടി എന്നെ വഴക്കുമല്ലോ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല സഭയത്ത. ചിലപ്പോ ഞാൻ ഉടനെ പോകുന്നതിന്റെ എങ്ങനെ 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 വിഷമം കൊണ്ട് ഞാൻ ഉടനെ പോകുന്നതിന്റെ. കിഷൻകുട്ടി മൊത്തത്തിലുള്ളാണ്ട് ഈ പോക്ക് തീരെ ശരിയല്ലേട്ടാ. ജോളെ വിളിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയേ. നിക്കാൻ കഴിഞ്ഞോ കൊടുക്കാനോ പുതയ്ക്കാനോ എന്തെങ്കിലും ഇജ്ജ് വാങ്ങി കൊടുത്തിട്ടുണ്ട? ചെല്ലു മോളെ, ഇജ്ജ് പോയെന്ന് കുളിച്ചാളാ. എന്നിട്ട് രണ്ടാളും പോയി വല്ല സിനിമയെ നാടകം എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് വരെ. ചെല്ലേന്ന്. എനിക്ക് ഉടനെ പോണം സഫിയാത്ത. മിണ്ടി പോരുത് ബലാലെ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്താണ്ട് എന്റെ വിചാരം? ഓക്കും ഉണ്ടാവില്ലേ മോനെ കെട്ടിയന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നടക്കാനും ചിരിച്ചു കളിച്ച് രസിക്കാനും ഒക്കെ ഒരാസ. മാറി കൊടുക്കാൻ നല്ലൊരു അടിപ്പാവടയും കൂടി ഇല്ല പാവത്തിന്. ഇജ്ജ് കൂട്ടിക്കൊണ്ട് പോയി 5-6 സാരിയും കുപ്പായത്തിന്റെ തുണിയൊക്കെ മേടിച്ചു കൊടുക്കി. എങ്കിൽ ഞാൻ ഉടനെ പോയി വാങ്ങിച്ചോണ്ടിരാൻ സഫിയാത്ത. നിക്കടോ അവിടെ, ഇരിക്കടോ. ആ കസരമിനോട്ടിരിക്കാൻ. ഓളിപ്പൊ കുളിച്ചിട്ട് വരും. രണ്ടാളും കൂടെ ഒന്നിച്ചു പോയി മേടിച്ചാ മതി കേട്ടാ. അദ്രിമാൻകുട്ടി എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് മുയ്യോനും പേടിയാ. ബസീറിന്റെ ബാപ്പ മൂപ്പരെ വരച്ച് വരെ നിർത്തിയോളാ ഈ സഫിയാത്ത. അസനോട് ചോദിച്ചാ മതി. അന്റെ വേഷം കിട്ടുന്ന ഞമ്മടെ അടുത്ത് വേണ്ടട്ടാ.